ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സീസണിൽ മികച്ച പ്രകടനമാണ് FC ബാഴ്സലോണ നടത്തിയിട്ടുള്ളത്. 3 കിരീടങ്ങൾ അവർക്ക് നേടാൻ കഴിഞ്ഞു. പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ സാധിക്കാത്തത് അവർക്ക് നിരാശ നൽകുന്ന കാര്യമാണ്. ഹാൻസി ഫ്ലിക്ക് ടീമിന്റെ ശക്തി ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചില പൊസിഷനുകൾ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ഡക്കോയുമായി സംസാരിച്ചിട്ടുണ്ട്. അതിലൊരു പൊസിഷൻ അത് വിങ്ങർ പൊസിഷനാണ്. അതായത് ലെഫ്റ്റ് വിങ്ങിലേക്ക് ഒരു മികച്ച താരത്തെ എന്തായാലും ഈ സമ്മറിൽ എത്തിക്കണമെന്ന് ഫ്ലിക്ക് ഇപ്പോൾ ഡക്കോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡക്കോ ആ ഒരു ഓപ്ഷനുകൾ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും 4 ഓപ്ഷനുകളാണ് FC ബാഴ്സലോണക്ക് മുന്നിലുള്ളത്. ഒരാൾ ലിവർപൂളിന്റെ ലൂയിസ് ഡയസ് ആണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഏകദേശം 85 മില്യൺ യൂറോയോളം ഡയസിന് വേണ്ടി FC ബാഴ്സലോണ ചിലവഴിക്കേണ്ടി വന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടാമത്തെ താരം മാർക്കസ് റാഷ്ഫോർഡാണ്. അദ്ദേഹം യുണൈറ്റഡിന്റെ താരമാണ്. ആസ്റ്റൺ വില്ലക്ക് വേണ്ടിയാണ് കഴിഞ്ഞ തവണ കളിച്ചിട്ടുള്ളത്. റാഷ്ഫോർഡ് യുണൈറ്റഡ് വിടാനുള്ള ഒരുക്കത്തിലാണ്. ഏതായാലും റാഷ്ഫോർഡിനെ ബാഴ്സ സ്വന്തമാക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇനി മറ്റൊരു താരം AC മിലാന്റെ റഫേൽ ലിയാവോയാണ്. ഈ പോർച്ചുഗീസ് താരത്തിന് ബാഴ്സയിലേക്ക് വരാൻ വലിയ താല്പര്യമുണ്ട്. പക്ഷേ വലിയ തുക താരത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ അലക്സാണ്ടർ ഇസാക്കിൽ കൂടി ഇപ്പോൾ ബാഴ്സക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടിയും വലിയ ഒരു തുക ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും നിലവിലെ റൂമറുകൾ പ്രകാരം ഡയസിനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ ബാഴ്സയുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ ഒരു തുകയിലേക്ക് അവർ പോവാൻ സാധ്യതയില്ല. ഏതായാലും ബാഴ്സലോണ ഇത്തവണ ഒരു വിങ്ങറെ സൈൻ ചെയ്യും എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. റഫീഞ്ഞയെ നമ്പർ 10 റോളിൽ കളിപ്പിക്കാനായിരിക്കും ഹാൻസി ഫ്ലിക്കിന്റെ നീക്കം വരിക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.